ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദുറൂസുൽ ലുഗത്തുൽ അറബിയ അതിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ പോവുകയാണ്. ആദ്യത്തെ പാഠത്തിൻ്റെ എക്സർസൈസുകൾ തംരീൻ ആണ് നമ്മളിനി നോക്കുന്നത്. തംരീൻ എന്നാൽ എക്സർസൈസ്, ട്രെയിനിങ് എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇവിടെ നോക്കൂ. മാ ഹാദാ, ഹാദാ മിഫ്താഹുൻ. മാ ഹാദാ, ഹാദാ കിതാബുൻ. മാ ഹാദാ, ഹാദാ ഖലമുൻ. മാ ഹാദാ, ഹാദാ ബാബുൻ. മാ ഹാദാ, ഹാദാ ബൈത്തുൻ. മാ ഹാദാ, ഹാദാ കുർസിയുൻ. മാ ഹാദാ എന്നാൽ അതിൻ്റെ അർത്ഥം ഇതെന്താണ്. മാ ഹാദാ, വാട്ട് ഈസ് ദിസ് എന്നാണ്. ഇതെന്താണ്. ഹാദാ മിഫ്താഹുൻ, ഹാദാ കിതാബുൻ, ഹാദാ ഖലമുൻ, ഹാദാ ബാബുൻ, ഹാദാ ബൈത്തുൻ, ഹാദാ കുർസിയുൻ. അപ്പോൾ ഈ വാക്കുകളുടെ അർത്ഥം നമുക്കറിയാം. മിഫ്താഹ്, കിതാബ്, ഖലം, ബാബ്, ബൈത്ത്, കുർസിയുൻ. ഇനി അടുത്തത് രണ്ടാമത്തെ തംരീനിലേക്ക് നോക്കൂ. അഹാദ ബൈത്തുൻ, ഇത് വീടാണോ. അഹാദ, ആ എന്നുള്ളത് ഹംസത്തുൽ ഇസ്തിഫ്ഹാം എന്നാണ് പറയുന്നത്. അതായത് ചോദ്യം ചോദിക്കാൻ വേണ്ടിയുള്ള ഹംസ എന്നാണ് അതിന് പറയുന്നത്. അഹാദ ബൈത്തുൻ, ഇത് വീടാണോ. ചിത്രത്തിൽ നോക്കൂ, അത് വീടല്ല, അത് പള്ളിയാണ്. അഹാദ മിഫ്താഹുൻ, ഇത് താക്കോലാണോ. ചിത്രത്തിൽ നോക്കൂ, അത് താക്കോലല്ല, അത് പേനയാണ്. അഹാദ ഖമീസുൻ, ഇത് ഷർട്ടാണോ, ഉടുപ്പാണോ. അഹാദ നജ്മുൻ, ഇത് നക്ഷത്രമാണോ. ആ ചോദ്യമാണ് അവിടെ. അഹാദ, ഇതാണോ. അഹാദ മിഫ്താഹുൻ, അത് ഹംസത്തുൽ ഇസ്തിഫ്ഹാം എന്നാണ്. അപ്പോൾ ആ ഹാദ എന്നതിന് മുമ്പിൽ ഹംസത്തുൽ ഇസ്തിഫ്ഹാം ചേർത്താൽ ആണോ എന്നാണ് അവിടെ അർത്ഥം വരുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ തംരീനിലേക്ക് പോകാം. അവിടെ ഇഖ്റ വക്തുബ്, വായിക്കുക, എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹാദാ മക്തബുൻ, ഹാദാ മസ്ജിദുൻ, ഹാദാ ഖലമുൻ, ഹാദാ സരീറുൻ. മാ ഹാദാ, ഇതെന്താണ്. ഹാദാ കുർസിയുൻ, ഇത് കസേരയാകുന്നു. അഹാദാ ബൈത്തുൻ, ഇത് വീടാണോ. ല ഹാദാ മസ്ജിദുൻ, ല എന്നാൽ അല്ല, ഇല്ല എന്നൊക്കെയാണ് അർത്ഥം. ല ഹാദാ മസ്ജിദുൻ, ഇത് വീടല്ല, ഇത് പള്ളിയാണ്. മാ ഹാദാ, ഇതെന്താണ്. ഹാദാ മിഫ്താഹുൻ. അപ്പോൾ അത്രയും നമ്മൾ മനസ്സിലാക്കി. ഇനി മറ്റൊന്ന്, ഒരു ചോദ്യം. മൻ ഹാദാ, മൻ. മൻ എന്നാൽ ആരെക്കുറിച്ചൊരു മനുഷ്യരെക്കുറിച്ച്, ബുദ്ധിയുള്ള മനുഷ്യരെക്കുറിച്ച് ചോദിക്കുന്ന ചോദ്യമാണ് മൻ ഹാദ. മൻ എന്നുള്ളത്. മൻ ഹാദ എന്ന് പറഞ്ഞാൽ ഇതാരാണ്. മൻ ഹാദ, ഹാദ തൊബീബുൻ, ഇതാരാണ്. ഹാദ തൊബീബുൻ, ഇതൊരു ഡോക്ടറാകുന്നു. പുതിയൊരു പദമാണ് തൊബീബ്, ഡോക്ടർ. മൻ ഹാദ, ഹാദ വലതുൻ, ഇത് ആരാണ്. ഇതൊരു ആൺകുട്ടിയാകുന്നു. മൻ ഹാദ, ഹാദ ത്വാലിബുൻ, ഇതൊരു വിദ്യാർത്ഥിയാകുന്നു. അഹാദ വലതുൻ, ഇത് ഒരു ആൺകുട്ടിയാണോ. ല ഹാദ റജുലുൻ, ഇതൊരു ആൺകുട്ടിയല്ല, ഇതൊരു പുരുഷനാണ്. അപ്പോൾ മൻ എന്നുള്ളത് ഇവിടെ മനുഷ്യർക്ക്, ജീവനുള്ള വ്യക്തികൾക്ക് ആരാണ് എന്ന് ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ് മൻ എന്നുള്ളത്. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. ചിത്രം നോക്കൂ. മ ഹാദ, ഹാദ മസ്ജിദുൻ. മൻ ഹാദ, ഹാദ താജിറുൻ, ഇതൊരു കച്ചവടക്കാരനാണ്. മൻ, കച്ചവടക്കാരൻ്റെ പടം അവിടെ കാണിച്ചിട്ടില്ല, നമ്മളവിടെ ചോദിക്കുന്നു. മായും മന്നും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. മാ ഹാദ, ഇത് എന്താണ്. ഹാദ മസ്ജിദുൻ. മൻ ഹാദ, ഹാദ താജിറുൻ. ഹാദ കൽബുൻ, അടുത്ത ചിത്രം നോക്കൂ, ഇത് ഒരു നായയാകുന്നു. ഹാദ കൽബുൻ. അഹാദ കെൽബുൻ, പൂച്ചയുടെ ചിത്രത്തിൻ്റെ അടുത്താണത്. അഹാദ കെൽബുൻ, ഇത് ഒരു നായയാണോ. ല ഹാദ ഖിത്തുൻ, അല്ല, ഇതൊരു പൂച്ചയാണ്. പൂച്ചയ്ക്ക് ഖിത്ത് എന്നാണ് പറയുന്നത്. നമ്മളൊരു പുതിയൊരു പദവും കൂടി പഠിച്ചു. ഹാദ ഖിത്തുൻ. ഹാദ ഹിമാറുൻ, അടുത്ത ചിത്രം നോക്കൂ.
ഹാദ ഹിമാറുൻ. ഹാദ ഹിമാറുൻ, ഇതൊരു കഴുതയാകുന്നു. അഹാദ ഹിമാറുൻ, ഇതൊരു കഴുതയാണോ? കുതിരയുടെ ചിത്രത്തിനടുത്ത്. അഹാദ ഹിമാറുൻ, ഇതൊരു കഴുതയാണോ? ല ഹാദ ഹിസ്വാനുൻ, ഇതൊരു കുതിരയാകുന്നു. വമാ ഹാദ, അപ്പോൾ ഇതെന്താകുന്നു? വമാ ഹാദ, വ എന്നുള്ളത് ഒരു തുടക്കത്തിന് വേണ്ടിയിട്ടും ആൻഡ് എന്നുള്ള അർത്ഥത്തിലും ഉപയോഗിക്കുന്ന ഒരു അക്ഷരമാണ് വ എന്നുള്ളത്. വമാ ഹാദ, അപ്പോൾ ഇതെന്താണ്? ഹാദ ജമലുൻ, ഇതൊരു ഒട്ടകമാകുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കൽബ്, ഖിത്ത്, ഹിമാറ്, ഹിസ്വാന്, ജമല് എന്നീ പുതിയ പദങ്ങൾ കൂടി പഠിച്ചു. ആവർത്തിച്ച് വായിച്ചു നോക്കൂ. അടുത്ത പേജ് നോക്കൂ. മാ ഹാദ, ഹാദ ദീക്കുൻ, ഇതൊരു പൂവൻ കോഴിയാകുന്നു. മൻ ഹാദ, ഹാദ മുദർരിസുൻ, ഇത് ഒരു അധ്യാപകനാകുന്നു. അഹാദ കമീസുൻ, ഇതൊരു കമീസാണോ? ഷർട്ടാണോ? ല ഹാദ മിന്ദീലുൻ, മിന്ദീൽ എന്ന് പറഞ്ഞാൽ കർച്ചീഫ്, ഷാള് എന്നൊക്കെ പറയും. അഹാദ കമീസുൻ, ഇതൊരു ഷർട്ടാണോ? ല ഹാദ മിന്ദീലുൻ. അപ്പോൾ മാ എന്നുള്ളതും മൻ എന്നുള്ളതും ഏതൊക്കെ അവസരങ്ങളിലാണ് ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇവിടെ ഇനി 10 വാചകങ്ങൾ, 10 ചോദ്യങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതേതൊക്കെയാണെന്ന് നമുക്ക് വായിച്ചു നോക്കാം. മാ ഹാദ, ഹാദ കലമുൻ, ഇതെന്താണ്? ഇത് പേനയാണ്. ഹാദ കൽബുൻ, ഇത് നായയാകുന്നു. മൻ ഹാദ, ഇതാരാണ്? ഹാദ തൊബീബുൻ, ഇത് ഡോക്ടറാകുന്നു. ഹാദ ജമലുൻ, ഇത് ഒട്ടകമാകുന്നു. അഹാദ കൽബുൻ, ഇത് നായയാണോ? ല ഹാദ ഖിത്തുൻ, അല്ല, ഇത് പൂച്ചയാകുന്നു. അഹാദ ദീക്കുൻ, ഇത് പൂവൻകോഴിയാകും ആണോ? നാം, അതെ. അഹാദ ഹിസ്വാനുൻ, ഇത് കുതിരയാണോ? ല ഹാദ ഹിമാറുൻ, ഇത് കുതിരയല്ല, ഇത് കഴുതയാകുന്നു. ഹാദ മിന്ദീലുൻ, ഇത് കർച്ചീഫാകുന്നു. അഹാദ വലതുൻ, ഇത് ആൺകുട്ടിയാണോ? നാം, അതെ. മൻ ഹാദ, ഇതാരാണ്? ഹാദ റജുലുൻ, ഇതൊരു പുരുഷനാകുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. We are going to the next chapter of دروس اللغة العربية من هنا إن شاء الله.